ആരെങ്കിലും ഇസ്ലാമിന്റെ വേഷം അത് ഭീകരവാദമാണെന്ന് പറയുമ്പോ ഞങ്ങളങ്ങനെ നിര്യാണിന്റെ മേലെ വസ്ത്രമെടുക്കുന്നവരൊന്നല്ല. ഇസ്ലാമിന്റെ താടി ഭീകരവാദമാണെന്ന് പറയുമ്പോ ഞങ്ങളങ്ങനെ താടിയുള്ളവരൊന്നുമല്ല എന്ന് പറഞ്ഞ് ചൂളിപ്പോകേണ്ടവരല്ല. ഒരു മുസ്ലിം ക്യാമ്പസിൽ നമ്മളുടെ ഇടങ്ങളിൽ ഞാനൊരു മുസ്ലിമാണ്, ഇതെന്റെ പ്രവാചകന്റെ വേഷമാണ്, ഇതെന്റെ പ്രവാചകന്റെ രൂപമാണ്, ഞാനതിൽ അഭിമാനം കാണുന്നു, ഞാനതിൽ ഇസ്സത്ത് കാണുന്നു എന്ന് പറയാനുള്ള തന്റെ ഇടം നമുക്കുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻജറ തൗബഹു ഖുയല ലം യൻദുരില്ല ഇലൈഹി യൗമൽ ഖിയാമ. നിര്യാണിക്ക് താഴെ വസ്ത്രമിറങ്ങുന്നവനിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമില്ല. പ്രിയമുള്ളവരെ, വസ്ത്രമൊന്ന് ഞെരിയാണിയുടെ താഴെ ഇറക്കിയിട്ട് നമ്മൾ എന്തു നേടി? എന്താണ് അതുകൊണ്ട് നമുക്കുള്ള നേട്ടം? നഷ്ടങ്ങൾ ഒരുപാടാണ് പ്രിയമുള്ളവരെ. മഹാനായ ഉമർ റളിയല്ലാഹു തന്റെ അരികിൽ നമുക്ക് തോന്നും അതൊരു ചെറിയ വിഷയമല്ലേ, ഒരു ചെറിയ കാര്യമല്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. അള്ളാഹു പറഞ്ഞത് അനുസരിക്കുന്നുവോ എന്ന പരീക്ഷണം, റസൂലുള്ളാഹി പറയുന്നത് അനുസരിക്കുന്നുവോ എന്ന പരീക്ഷണം. ആ റബ്ബിന്റെ കൽപ്പനയാണ്, ആ റസൂലുള്ളാഹിയുടെ അധ്യാപനമാണ് ഒരു മുസ്ലിം പുരുഷന്റെ വസ്ത്രം ഞെരിയാണിയുടെ മുകളിൽ ഉണ്ടാകണമെന്നുള്ളത്. അതുകൊണ്ട് അത് നിസ്സാരമായ വിഷയമല്ല. ഏഴാനാകാശത്തിനുപരിയിൽ നിന്ന് അള്ളാഹുവിന്റെ വഹിയാണ് എന്ന് പ്രിയമുള്ള വിദ്യാർത്ഥികളെ തിരിച്ചറിയണം.